കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്ത് കൈരളി മോട്ടോഴ്സിലൊരു വീഡിയോ, അവിടെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അവിടെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചി പറഞ്ഞു, നീ കൈരളിയിൽ പോയിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ, കാണാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ മെസ്സേജ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ 9 വർഷമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ചേച്ചിനെ കണ്ടിട്ട് ഞാൻ കുറേ നാളായി. വത്സല എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. ചേച്ചിനെ കണ്ടിട്ട് ഇപ്പോൾ 9 വർഷമായിട്ടാണ്. അപ്പോൾ ചേച്ചിയുടെ വീട് എനിക്ക് ഏകദേശം ഒരു ഇതറിയാം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ചേച്ചിനെ കണ്ടിട്ട് വന്നാലോ. എനിക്ക് ഈ ചുമ്മാ ഇങ്ങനെ ആരോടും പറയാണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരോട് പറയാതെയല്ല പോണത്. അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ. വഴിയൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയാവുന്ന വഴിയെ നമുക്ക് പോയി നോക്കാം. പറ്റിയില്ല, ചേച്ചിനെ കാണാൻ പറ്റിയില്ല, വീട് അറിയില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ച് ഞാൻ നോക്കാം, എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പോകും. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഒക്കെ പൊളിയും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. വഴിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനപ്പോൾ അവനെ സ്കൂളിലാക്കിയിട്ട് അതിന് ശേഷം എനിക്ക് തോന്നിയ തോന്നലാണ്. അപ്പോൾ എന്തൊന്ന് നോക്കാം നമുക്ക് പോയി. ഈ വഴിയൊക്കെ കയറി മെയിൻ റോഡൊക്കെ കയറി പോകണം. ഗൈസ്, എനിക്ക് വഴിതെറ്റി. ഞാൻ കുറെ വഴികളിലൂടെയൊക്കെ പോയി വഴിതെറ്റി ലാസ്റ്റ് ഞാൻ ചേച്ചിയെ വിളിക്കാൻ തീരുമാനിച്ചു. ചേച്ചിയെ വിളിച്ചു. ചേച്ചി എനിക്ക് കറക്റ്റ് വഴി പറഞ്ഞു തന്നു. പക്ഷെ എന്നാലും എനിക്ക് വഴിതെറ്റി. ലാസ്റ്റ് ഞാൻ ചേച്ചിയുടെ വീടിന്റെ വഴിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാണ്. അവസാനം ഞാൻ കണ്ടുപിടിച്ചു വീട്. അപ്പൊ കേറാലേ. ഗൈസ്, ഇതാണ് വത്സല ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. ഈ കുഞ്ഞയുടെ വഴി ഉണ്ടത്, ഈ കുഞ്ഞയുടെ വഴി കാണിച്ചു തരാം. ഇതാണ് ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴി എന്നാ പറഞ്ഞത്. അപ്പോ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന്റെ ഒരു എല്ലാ കുഴപ്പങ്ങളും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. ആള് വരുന്നുണ്ട് കേട്ടോ. ഒറ്റക്കേ ഉള്ളു. പട്ടിയിട്ടാ കടിക്കോ? ഇതാണ് മത്സരിച്ച് ഭയങ്കര ഇതാണല്ലോ പരിപാടി. എന്താണ് വിശേഷം? ചേച്ചിയുടെ ഷോപ്പല്ല, ഷോപ്പ് എവിടെ? ബേക്കറിക്ക് എന്ന് തുടങ്ങി. അങ്ങനെ ആ ചേച്ചിയുടെ വീട്ടില് നമ്മള് കേറി. അവിടെ ചെന്നപ്പോ ചേച്ചി ചെറിയ രീതിയിൽ ഒരു കുഴലപ്പത്തിന്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എങ്ങനെയാണോ കുഴലപ്പം ഉണ്ടാക്കുക? മീഡിയയിലൊക്കെ വർക്ക് ചെയ്യണതാണ്, ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യണതാണ്. യൂട്യൂബ് വർക്കറാണ്. കെട്ടിയവനുണ്ട്, കെട്ടിയവൻ കണ്ടില്ല. ഇങ്ങനെ കൊണ്ടുവരാണ്ടാണ് ഒറ്റയ്ക്ക്. ഇങ്ങനെയാണല്ലേ ഇപ്പൊ പിള്ളേരില്ലപ്പാ? ഒരാള്. ഇതിലേക്ക് മാവ്, നമ്മൾ ഇടിയപ്പത്തിന്റെ അച്ചില് മാവ് ഇതിന്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് കുഴപ്പമില്ല, അങ്ങനെ തന്നെ അത് വെള്ളപ്പായി മാറി. എണ്ണ പോകാൻ വേണ്ടിട്ട്. എണ്ണ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട്. നോക്കട്ടെ. അല്ല, ഈ കുഴലപ്പം ഉണ്ടാക്കാനുള്ള ചേതോവികാരം അതിനോട് ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ ചെയ്തു. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റ്. ഒന്നും കൂടെ ഇച്ചിരി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അല്ല. ഞാൻ അറിയിട്ടാണ് കുഴലപ്പം ഇത്ര ചൂടനെ കഴിക്കണത്. ചേട്ടനൊന്നും ആക്സിഡന്റ് പറ്റിയില്ലേ, പിന്നെ പണിക്കൊന്നും പോകണ്ടായില്ലേ. പിന്നെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു ഒരു സംരംഭം തുടങ്ങാം. ആദ്യം നമ്മൾ കണ്ടിട്ടില്ല. ഇയാളറിയോ? അറിയോ? അവളെന്റെ വീട് പിടിച്ചു വന്നു. അറിയോ?
സുഖം. വീഡിയോ ഒക്കെ പിടിച്ച് അടിച്ചടിച്ചത്. ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു അല്ല മുനിസിപ്പൽ ജംഗ്ഷനിൽ സിഗ്നലിൽ നിൽക്കണത്. പക്ഷെ സിഗ്നലിൽ നിൽക്കല്ലേ, വിളിക്കാൻ പറ്റൂല. ഞാനാണെങ്കിൽ ഫുൾ ഹെൽമെറ്റും വെച്ചോണ്ടിരിക്കണം. അപ്പൊ എന്നെ മനസ്സിലാവില്ല. ഒരു ഹെൽമെറ്റ് മോന്റെ ഇപ്പൊ വിളി വരും അമ്മയുടെ, കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. ഓരോന്നില്ല അത് അതിനകത്ത് വെച്ചോ, വത്സുവിന്റെ കൊള്ളപ്പം. അപ്പൊ താങ്ക് യു. ദേ വത്സു എനിക്ക് കൊള്ളപ്പൊക്കെ തന്നുണ്ടാ. അപ്പൊ ഞാൻ പോവാണ്. ടാറ്റ. പോട്ടെ, ടാറ്റ.